ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആരാധനയിൽ അല്ലെങ്കിൽ ആരാധനക്രമത്തിൽ പരിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലുമൊക്കെ അനേകം അടയാളങ്ങളും പ്രതീകങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം തന്നെ അടയാളങ്ങളാണ്. സുവിശേഷം, സ്ലീവ, കുരിശ്, ബലിപീഠം, ഇങ്ങനെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചാൽ അനേകം അടയാളങ്ങളാണ്. നമ്മൾ തന്നെ അടയാളങ്ങളാണ്. ബലിയർപ്പിക്കുന്ന കാർമ്മികൻ ഒരടയാളമാണ്. മധുബഹ ശുശ്രൂഷികൾ അടയാളങ്ങളാണ്. ഗായക സംഘം അടയാളമാണ്. ദൈവജനം അടയാളമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മൾ നിൽക്കുന്നത്, മുട്ടുകുത്തുന്നത്, ഇരിക്കുന്നത് ഒക്കെ അടയാളങ്ങളാണ്. എന്തുകൊണ്ടാണ് ആരാധനയിൽ ഇത്രമാത്രം അടയാളങ്ങളുള്ളത്? പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, ആരാധനയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദൈവം നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവർത്തനങ്ങൾ നമ്മൾ ഓർക്കുകയാണ് ആരാധനയിൽ. രക്ഷാകര ചരിത്രമാണ് നമ്മൾ ആരാധനയിൽ ഓർക്കുന്നത്. രക്ഷാകര ചരിത്രത്തിൻ്റെ പ്രത്യേകത, ഇതിന് ഒരു ഭൂതകാലവുമുണ്ട്, ഭാവി കാലവുമുണ്ട്, ഒരു പാസ്റ്റും ഫ്യൂച്ചറും ഉണ്ട്. പക്ഷെ ആരാധനയിൽ നമ്മൾ ചെയ്യുന്നത് ഈ പാസ്റ്റിൽ നടന്ന സംഭവങ്ങളും ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന സംഭവങ്ങളും ഇന്ന് ഓർക്കുന്നത് പോലെ ഓർക്കുകയാണ്. അതിനാണ് അനംനേസിസ് എന്ന് പറയുന്നത്. അതാണ് ആരാധനയിലെ ഓർമ്മ. ഇന്ന് നടക്കുന്നത് പോലെ ഓർക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം. അപ്പം പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം പ്രസൻറ്റിലേക്ക് വന്നു ചേരുകയാണ്. എന്നാൽ സാധാരണ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയ സംഭവങ്ങളെയും നടക്കാനിരിക്കുന്ന സംഭവങ്ങളെയും ഇന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അതിന് നമുക്ക് സാധ്യമാകണമെങ്കിൽ നമുക്കൊരു മാധ്യമം വേണം. ഈ മാധ്യമമാണ് അടയാളങ്ങളും പ്രതീകങ്ങളും. അപ്പോൾ ഒന്നാമത്തെ കാരണം, ഭൂതകാലത്തിൽ നടന്ന സംഭവങ്ങളും ഭാവിയിൽ നടക്കാനിരിക്കുന്ന സംഭവങ്ങളും ഇന്ന് നടക്കുന്നത് പോലെ ഓർക്കാൻ നമ്മളെ സഹായിക്കുന്ന മാധ്യമങ്ങളാണ് അടയാളങ്ങളും പ്രതീകങ്ങളും. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ ഭൂമിയിലുള്ള നമ്മുടെ ആരാധന എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള ആരാധനയോട് ചേരുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ സ്വർഗവാസികളോടൊപ്പം ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു. അപ്പം നമ്മൾ പള്ളിയിൽ, ഈ ഭൂമിയിലുള്ള പള്ളിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഈ സ്വർഗവാസികൾ. അതിൻ്റെ അർത്ഥം ഭൂവാസികളും സ്വർഗവാസികളും ഒന്നിച്ചാണ് ഇരിക്കുന്നതെന്നുള്ളതാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഭൂമിയിലാണ് ഭൂവാസികളുള്ളത്, സ്വർഗത്തിലാണ് സ്വർഗവാസികളുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ ദേവാലയത്തിൽ ഇവരൊന്നിച്ചു വരുന്നത്? അതിന് ഒരു പ്ലാറ്റ്ഫോം വേണം, ഒന്നിച്ചു വരാൻ ഒരു മാധ്യമം വേണം. ആ മാധ്യമമാണ് അടയാളങ്ങളും പ്രതീകങ്ങളും. ഉദാഹരണം പറയുവാണെങ്കിൽ, കൊറോണ കാലത്ത് നമ്മൾ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ചിലപ്പോൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ടാണ്, ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് വന്നത്. അതുപോലെ പരിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലും അടയാളങ്ങളും പ്രതീകങ്ങളും എന്ന മാധ്യമം സഭ ഉപയോഗിച്ചുകൊണ്ട് സ്വർഗവാസികളോടൊപ്പം നമ്മൾ ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നു. മൂന്നാമത്തെ കാരണം, ഈശോ തന്നെ തൻ്റെ ജീവിതത്തിൽ അടയാളങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. തൻ്റെ പെസഹ സായാഹ്നത്തിൽ ഈശോ ശിഷ്യന്മാരോട് അപ്പം എടുത്തിട്ട് പറയുന്നത്, ഇതെൻ്റെ ശരീരമാകുന്നു. വീഞ്ഞെടുത്തിട്ട് പറയുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. ഇതെൻ്റെ ശരീരം പോലെ ഇരിക്കുന്നെന്നോ ഇതെൻ്റെ രക്തം പോലെയാണെന്നോ അല്ല ഈശോ പറയുന്നത്. ഈ അപ്പത്തെ നോക്കിക്കൊണ്ട് ഈശോ പറയുകയാണ്, ഇതെൻ്റെ ശരീരമാകുന്നു. അപ്പം എന്ന അടയാളം ഈശോ ഉപയോഗിച്ചു. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈശോയും തൻ്റെ ജീവിതത്തിൽ അടയാളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ശിഷ്യന്മാർ തൈലം ഉപയോഗിച്ച് രോഗികളെ സുഖപ്പെടുത്തുന്നതായിട്ടൊക്കെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കും. ഇതാണ് അനേകം അടയാളങ്ങൾ നമ്മുടെ ആരാധനയിൽ ഉണ്ടാകാനുള്ള 3 കാരണങ്ങൾ.